ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ടൊക്കെ മില്യൻസ് വ്യൂ ഉണ്ടായിരുന്ന പല ചാനലുകളിൽ നിന്ന് വളരെ കുറച്ച് വ്യൂ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇത് പഴയ ചാനലുകളുടെയോ അല്ലെങ്കിൽ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളുടെയോ കാര്യമല്ല പറയുന്നത്. എല്ലാ ചാനലുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞാലും 100, 200, 500 വ്യൂ ഒക്കെ കിട്ടുന്നുള്ളൂ. അപ്പൊ ഈ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. വ്യൂ ഇല്ല, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല, എത്ര നല്ല കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞാലും വ്യൂ ഇല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ യൂട്യൂബിൽ വർക്ക് ചെയ്യും, എങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കും, എങ്ങനെ യൂട്യൂബിൽ മുമ്പോട്ട് യൂട്യൂബിനെ മാത്രം പ്രതീക്ഷിച്ച് പോകാനായിട്ട് പറ്റും എന്നുള്ളൊരു സംശയം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പം ഇതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ തപ്പിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ എന്റെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ചാനലിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്റെ ചാനലിന്റെ വ്യൂ കുറഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ചാനലിന്റെ മാത്രം ഒരു റീസൺ ആയിട്ട് മാറും. നിങ്ങളുടെ ചാനലിൽ ഒരു പക്ഷേ അത് ആ ഒരു കാരണം കൊണ്ടായിരിക്കത്തില്ല വ്യൂ കുറയുന്നത്. എല്ലാ ചാനലുകളിലും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാരണമാണ് നമ്മുടെ ചാനലിലെ വ്യൂ കുറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ സൈഡിൽ നിന്നുള്ള ഷാഡോ ബാനോ വല്ലോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് വ്യൂ കുറയും. അപ്പം ഷാഡോ ബാൻ വരികയാണെങ്കിൽ പോലും അത് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്ന ചെറിയ മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്നത്. കൂടുതലും ഷാഡോ ബാൻ കാരണമല്ല ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു 10-15 പോയിന്റ്സ് ഉണ്ട്. ഈ കാരണങ്ങളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ചാനലിന്റെ വ്യൂ കുറയ്ക്കുന്നത്. അപ്പം അതെന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂട്യൂബിൽ പണ്ട് ലോങ് വീഡിയോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷോർട്ട് വീഡിയോസ് പിന്നീടാണ് വന്നത്. ഷോർട്ട് വീഡിയോസ് ലോങ് വീഡിയോസും ഒരേ ചാനലിൽ ഇടുന്നവരുണ്ട്, ഷോർട്ട് വീഡിയോസ് മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഷോർട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയ ചില ചാനലുകൾ നല്ല രീതിയിൽ ക്ലിക്കായിട്ട് പോയിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസിന് വ്യൂ നല്ലവണ്ണം കിട്ടുന്നുണ്ട്, ലക്ഷക്കണക്കിന് വ്യൂ കിട്ടുന്നുണ്ട്. ഷോർട്ട് വീഡിയോസിൽ ഇങ്ങനെ വ്യൂ കിട്ടാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞപ്പം ലോങ് വീഡിയോസ് ഇടുന്നത് കുറച്ചു, ലോങ് വീഡിയോസ് ശ്രദ്ധിക്കാതായി ഷോർട്ട് വീഡിയോസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കുറെ കാലം മുന്നോട്ട് പോയി. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ലോങ് വീഡിയോസ് ഇട്ട് കൊടുക്കുമ്പോൾ ആ വീഡിയോസിന് ചിലപ്പോൾ 100, 200, 500 വ്യൂ കിട്ടുന്നുണ്ടായിരിക്കത്തുള്ളൂ. പക്ഷെങ്കിൽ ഷോർട്ട് വീഡിയോസിന് ലക്ഷക്കണക്കിന് വ്യൂ കിട്ടുന്നുണ്ടായിരിക്കും. ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും രണ്ടായിട്ട് കണ്ട് മാത്രം വർക്ക് ചെയ്യും. ഒരേ ചാനലിലാണെങ്കിലും രണ്ടിനും ഒരേ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസിന് ചിലപ്പോൾ വ്യൂ കിട്ടും, ലോങ് വീഡിയോസിന് വ്യൂ കിട്ടാൻ ഒരു സാധ്യതയുമില്ല. ഈ ഒരു പ്രശ്നം പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലോങ് വീഡിയോസിന് വ്യൂ ഇല്ല, ഷോർട്ട് വീഡിയോസിന് വ്യൂ ഉണ്ട്. അതിന്റെ കാരണം ഇതാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും ഷോർട്ട് വീഡിയോസിലാണ്. അതുകൊണ്ട് നമുക്ക് അതിൽ വ്യൂ കിട്ടുന്നു. ലോങ് വീഡിയോ വല്ലപ്പോഴും ഇടുന്നതുകൊണ്ട് കുറച്ച് വ്യൂ കിട്ടുന്നു. അത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുമ്പോൾ രണ്ടിലും ഒരേപോലെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ പോയിന്റ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. വോയിസ് ടൈം നമ്മുടെ വീഡിയോകളിൽ കിട്ടാതിരിക്കുന്നത്. അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് ഒരാളുടെ മുമ്പിലെത്തി അവരത് ഓപ്പൺ ചെയ്ത് ഒരു 10-20 സെക്കൻഡ് കണ്ടതിന് ശേഷം സ്കിപ്പ് അടിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ യൂട്യൂബ് പിന്നീട് മുമ്പോട്ട് റെക്കമെൻഡ് ചെയ്തില്ല. നമുക്ക് റെക്കമെൻഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ടൈം, അതായത് ഓഡിയൻസിന്റെ എൻഗേജ്മെന്റ് വേണം. അപ്പൊ എൻഗേജ്മെന്റിന് വേണ്ടി എന്ത് നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ഓഡിയൻസിന് എന്താണോ വേണ്ടത് അത് ഡെലിവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായി? അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവരെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ടൈപ്പ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഓഡിയൻസിനെ മനസ്സിലാക്കി ഏത് ടൈപ്പ് കണ്ടന്റുകൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് മനസ്സിലാക്കി അങ്ങനെയുള്ള കണ്ടന്റുകൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാച്ച് ടൈമും ഓഡിയൻസിന്റെ എൻഗേജ്മെന്റും കിട്ടും. അങ്ങനെ ഓഡിയൻസ് എൻഗേജ്മെന്റും വാച്ച് ടൈമും കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ റെക്കമെൻഡേഷൻ യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് ലഭിക്കുകയും നമ്മുടെ ചാനലിൽ സാമാന്യം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ആവറേജ് വ്യൂ കിട്ടുകയും ചെയ്യും. മൂന്നാമത്തെ പോയിന്റ് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് യൂട്യൂബിൽ തംബ്നെയിൽസ്, നിങ്ങൾ നല്ല തംബ്നെയിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്, പക്ഷെങ്കിൽ തംബ്നെയിൽസിന്റെ കാര്യത്തിൽ യൂട്യൂബിൽ എപ്പോഴും മാറ്റങ്ങൾ വരുന്നുണ്ട്. ആരൊക്കെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അതായത് നമ്മളൊരു 2 വർഷം മുമ്പ് കണ്ട ടൈപ്പ് ആ ഒരു സ്റ്റൈലിലുള്ള തംബ്നെയിൽസ് ഒന്നും അല്ല ഇപ്പോൾ വരുന്നത്. ഇനി ഒരു 6 മാസം കഴിയുമ്പോൾ ഈ തംബ്നെയിൽസിന്റെ സ്റ്റൈൽ മൊത്തത്തിൽ മാറും. എല്ലാ ചാനലുകളും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് വരുന്ന മാറ്റങ്ങളെ തംബ്നെയിലാണെങ്കിൽ പോലും ആ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള തംബ്നെയിലുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അത് ചെയ്യാത്ത പക്ഷം നമുക്ക് കൂടുതൽ ക്ലിക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. അതിനോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ തംബ്നെയിലിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോകൾ മാത്രമായിരിക്കത്തില്ല റൺ ചെയ്യുന്നത്. നമ്മുടെ പഴയ വീഡിയോകൾ, എവർഗ്രീൻ വീഡിയോകൾ ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും വ്യൂ വരുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള വീഡിയോയുടെ തംബ്നെയിൽസ് ഒരു 5 വർഷമോ 6 വർഷമോ മുമ്പിട്ട വീഡിയോ ആണെങ്കിൽ അതിലെ തംബ്നെയിൽ ആ ഒരു ടൈമിലെ ഇതിനനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്തിട്ടുള്ളത്. അതും മാറ്റി ആ തംബ്നെയിൽ മാറ്റി പുതിയ സ്റ്റൈലിലുള്ള തംബ്നെയിൽ അതിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആ പഴയ വീഡിയോയിൽ വ്യൂ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഉള്ളത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാലാമത്തെ പോയിന്റ്, നോ ഇംപ്രൂവ്മെന്റ്. അതായത് ഒരു രീതിയിലുള്ള ഇംപ്രൂവ്മെന്റും വീഡിയോകളിലില്ല. ഒരു 10 വർഷം മുമ്പ് തുടങ്ങി അല്ലെങ്കിൽ 5 വർഷം മുമ്പ് തുടങ്ങിയ ചാനലാണ്. 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു വീഡിയോ കിട്ടുന്നത്, എന്തായിരുന്നു ബാക്ക്ഗ്രൗണ്ട്, ഏത് ലൈറ്റ് ആണോ യൂസ് ചെയ്തത്, ഏത് ക്യാമറ ആയിരുന്നു യൂസ് ചെയ്തത്, ഏത് മൈക്ക് ആയിരുന്നു യൂസ് ചെയ്തത്, സെയിം സാധനം തന്നെ 5 വർഷത്തിന് ശേഷവും യൂസ് ചെയ്തു. ഒരു രീതിയിലുള്ള മാറ്റവും വീഡിയോയുടെ ലുക്കിലില്ല, സ്ക്രിപ്റ്റിലില്ല, എഡിറ്റിംഗിലില്ല, എങ്ങും ഒരു മാറ്റമില്ല. സെയിം
ആയിട്ട് നമ്മൾ കണ്ടന്റ് മാത്രം മാറ്റി എന്നും സെയിം ആയിട്ട് വീഡിയോകൾ ചെയ്യുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഓഡിയൻസ് ഇത് കണ്ടു മടുക്കുകയും പിന്നീട് അവർ നമ്മളെ ശ്രദ്ധിക്കാതെ ആവുകയും പിന്നീട് നമുക്ക് വ്യൂ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതൊരു റീസൺ ആണ്, നമുക്ക് ആ യൂട്യൂബിൽ വ്യൂ കുറയാനുള്ള ഒരു റീസൺ ആണ്. ഇത് ഒരു ദിവസവും 2 ദിവസവും കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമല്ല. ഇത് ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. 3-4 വർഷം കൊണ്ട് നമ്മുടെ ചാനലിൽ പതുക്കെ നമ്മുടെ ഓഡിയൻസ് നമ്മളെ കണ്ട് മടുത്തിട്ട് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ ചാനലിൽ നല്ല രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് എല്ലാ മേഖലയിലും കൊണ്ടുവരിക. സ്ക്രിപ്റ്റിലായാലും എഡിറ്റിലായാലും അതേപോലെ നമ്മുടെ സംസാര രീതിയിലായാലും ഒക്കെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സ്റ്റുഡിയോ സെറ്റപ്പിൽ മാറ്റങ്ങൾ വരുത്തുക. 5ാമത്തെ പോയിന്റ് കൺസിസ്റ്റൻസി. ഓൾറെഡി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ കാര്യമാണ്. ഡെയിലി വീഡിയോകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ചാനൽ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക. ഇനി ആഴ്ചയിൽ 2 വീഡിയോ ചെയ്യുന്നുള്ളെങ്കിലും അതിന് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. മനസ്സിലായോ? അതായത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 1.5 വീഡിയോ ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുക. നിങ്ങൾ അത് ഒരു മാസത്തേക്ക് ഒരു വീഡിയോ ആഴ്ചയിലാക്കി അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്തു. അങ്ങനെ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ ആദ്യത്തെ മാസമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയും അവളുടെ വീഡിയോയിൽ നിന്നുള്ള വ്യൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു മാസം ചിലപ്പം കുഴപ്പമില്ലാതെ പോകും. പക്ഷേ 2 മാസം കഴിയുന്നതോടെ നമ്മൾ ഇപ്പൊ ചെയ്ത ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അതായത് കൺസിസ്റ്റൻസി നഷ്ടപ്പെടുത്തിയതിന്റെ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് 2 മാസം കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ചാനലിൽ അതിന്റെ എഫക്ട് വരാനായിട്ട് പോകുന്നത്. അപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് യൂട്യൂബിൽ. അതിന് വേറെ ഉദാഹരണങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. എന്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു 4-5 മാസം മുമ്പ് ഉള്ള വീഡിയോകൾ നോക്കിയോ, അതിലൊക്കെ എനിക്ക് നല്ല വ്യൂ, അതായത് എനിക്കൊരു ആവറേജ് 10K 15K 20K ഒക്കെ ആയിരുന്നു വ്യൂ വരുന്നത്. അപ്പോൾ ആ ആവറേജ് വ്യൂ ഇങ്ങനെ വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷെങ്കിൽ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു 2-3 മാസം നല്ല ഉഴപ്പുഴപ്പി വീഡിയോസ് അപ്ലോഡ് ചെയ്യാതായി. ഇപ്പോഴും ഞാൻ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം വീഡിയോകൾക്കൊക്കെ വളരെ വ്യൂ കുറവാണ്. മനസ്സിലായി? അപ്പൊ എന്റെ ഓഡിയൻസ് എന്റെ വീഡിയോകൾ കണ്ടിരുന്നവർ പല വഴിക്കൂടെ പോയി. അവർ മറ്റ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോ ഒരു പക്ഷേ കണ്ടു തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ കൺസിസ്റ്റൻസി ഉണ്ട്, അവർ അതിനെ ഫോളോ ചെയ്ത് പോയി കാണാം. അതുകൊണ്ട് തന്നെ എന്റെ ചാനലിൽ വ്യൂ കുറയാനായിട്ട് തുടങ്ങി. ഇതൊരു റീസൺ ആണ്. എന്റെ ചാനലിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു റീസൺ ആണിത്. കൺസിസ്റ്റൻസി കുറഞ്ഞത് കാരണം, കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാത്തത് കാരണം എന്റെ ഓഡിയൻസ് എനിക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്കിപ്പോൾ അവരിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഒരു പക്ഷേ എന്റെ വീഡിയോ കാണാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കാം, എന്നാലും അവരിലേക്ക് എന്റെ വീഡിയോകൾ റെക്കമെൻഡ് ചെയ്ത് പോകുന്നില്ല. ഇപ്പോൾ ഒരു എന്നും വീഡിയോ ഇടുന്ന ഒരു ചാനലിൽ 2-3 ആഴ്ച വീഡിയോ ഇടാതിരുന്നു, 1-2 വീഡിയോ ആ ചാനലിൽ ഒരു സബ്സ്ക്രൈബറിന് മിസ്സായി, അവർ കാണാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് യൂട്യൂബ് അവർക്ക് ആ വീഡിയോ റെക്കമെൻഡ് ഒന്നും ചെയ്ത് കൊടുക്കത്തില്ല. മനസ്സിലായി? അപ്പൊ നമ്മുടെ ഓഡിയൻസിനുമായിട്ട് എപ്പോഴും ഒരു അറ്റാച്ച്മെന്റിൽ ഇരുന്നെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ അവരുടെ യൂട്യൂബ് ആപ്പിന്റെ ഫീഡിൽ ഇങ്ങനെ ചെന്നുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ അടുത്തടുത്ത വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അവരിലേക്ക് അത് എത്തത്തുള്ളൂ. മനസ്സിലായി? അപ്പൊ ആ ഒരു കാര്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അപ്പൊ കൺസിസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് വ്യൂ കിട്ടും, കൺസിസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ വ്യൂ കുറയും. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വ്യൂ കുറയാനുള്ള കാരണങ്ങളാണ്. ഇതിൽ ഏതാണ് നിങ്ങളുടെ ചാനലിലെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തോളുക. 6ാമത്തെ പ്രശ്നം കോമൺ ആയിട്ട് പുതുതായിട്ടൊരു ചാനൽ തുടങ്ങുമ്പം സാധാരണ കണ്ടുവരുന്നതാണ്. നമ്മൾ ഒന്നുമല്ലാതെ വെറുതെ എന്തെങ്കിലും കുത്തിക്കുറിച്ച് ഒരു വീഡിയോ ഇടുന്നുടനെ അത് കയറി വൈറലാവും. ഒരു കാര്യവും ഇല്ലാതെ വീഡിയോ വൈറലാവും. ഒരു കാര്യവും ഇല്ലാതെ നമ്മൾ ചില വീഡിയോസ് ഇടുന്നത് വൈറലാവും. ആ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കിട്ടത്തില്ല. ആ വീഡിയോ കണ്ടത് കാരണം ആ കണ്ട ആളുകളിലേക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് നമ്മൾ ഇടുന്ന അടുത്ത 2-3 വീഡിയോകളിലൂടെ പോകും. ചിലപ്പോൾ അതും വൈറലാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൽ വ്യൂ കിട്ടും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതോടെ നമ്മൾ രക്ഷപ്പെട്ടു, യൂട്യൂബിൽ നമ്മുടെ ചാനൽ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെങ്കിൽ അത് എന്താ പറയുക, ഒരു കാര്യമില്ലാതെ വൈറലായി നമ്മളെ പറ്റിച്ചു എന്ന് തന്നെ പറയാം. പിന്നീട് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യൂ കിട്ടത്തില്ല. ആദ്യത്തെ 1-2-3 വീഡിയോയിൽ അങ്ങനെ വ്യൂ വന്നു, അത് അവിടെ നിന്നു. പിന്നീട് നമ്മൾ ഇടുന്ന കണ്ടന്റിനെയാണ് ആളുകൾ നോക്കുന്നത്. മനസ്സിലായി? യൂട്യൂബ് റെക്കമെൻഡും ചെയ്തില്ല, ഒന്നുമില്ല, അവിടെ കിടക്കുക. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യവും ചിലപ്പോൾ നമ്മുടെ ചാനലിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വ്യൂ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ വീഡിയോകൾ വൈറൽ ആയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോകൾ ഏത് ടൈപ്പ് വീഡിയോ ആണ്, എത്ര ക്വാളിറ്റി ഉള്ള വീഡിയോ ആയിരുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി, അതുകൊണ്ട് നിങ്ങളുടെ ചാനലിൽ എത്ര വാച്ച് ടൈം വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആ വൈറലായ വീഡിയോയിൽ നിന്ന് നല്ല സബ്സ്ക്രൈബേഴ്സും നല്ല വാച്ച് ടൈമും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ ടൈപ്പ് കണ്ടന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും വ്യൂവും സബ്സ്ക്രൈബേഴ്സും കിട്ടും, അല്ലെങ്കിൽ വാച്ച് ടൈമും കിട്ടും. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ വീഡിയോകൾ ചെയ്യുക. ഇതേപോലെ മറ്റൊരു പ്രശ്നമാണ് ട്രെൻഡിങ് ടോപ്പിക്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ആ ട്രെൻഡിങ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വ്യൂ കിട്ടും, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വരും. ആ ട്രെൻഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ, ആ ടോപ്പിക്കിന്റെ ട്രെൻഡിങ് അവസ്ഥ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വ്യൂ ഇല്ല, സബ്സ്ക്രൈബേഴ്സും ഇല്ല. മനസ്സിലായി? അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ട്രെൻഡിങ് ടോപ്പിക്കിൽ റിയാക്ഷൻ വീഡിയോസോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല റീച്ചാണ്. ഒരു കാര്യമില്ലാതെ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആരെങ്കിലും ചെയ്തതിനെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞു അടുത്തും ഒക്കെ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും. ഇതിനൊക്കെ ഭയങ്കര റീച്ചാണ്. കാരണം ആ സ്പോട്ടിലെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവത്തെ അവർ വീഡിയോ ആക്കുന്നു. അപ്പം എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാലും അതിലേക്ക് വ്യൂ വരും. അപ്പൊ ആ ഒരു ടൈപ്പ് കണ്ടന്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോവുക. അതല്ലാതെ നിങ്ങളിപ്പോൾ ടെക് സംബന്ധമായിട്ടൊരു ചാനൽ തുടങ്ങി, അൺബോക്സിംഗിന്റെ ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിൽ 1-2 റിയാക്ഷൻ വീഡിയോ ഇട്ടു, നിങ്ങൾക്ക് അതിൽ നല്ല റീച്ച് വന്നു എന്നും പറഞ്ഞ് നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടത്തില്ല, നിങ്ങളും രക്ഷപ്പെടത്തില്ല. കാരണം ആ റീച്ച് ആ ഒരു
ട്രെൻഡിങ് ടോപ്പിക്കിന് മാത്രമാണ് വന്നത്. നിങ്ങൾ പിന്നീട് ഇന്ന് ടെക് കണ്ടന്റിൽ അല്ലെങ്കിൽ അൺബോക്സിംഗ് കണ്ടന്റിൽ നിങ്ങൾക്ക് വ്യൂ കിട്ടത്തില്ല, മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ട്രെൻഡിങ് ടോപ്പിക്കിന്റെ പുറകെ പോകുന്നവർ അതിനെ മാത്രം ഫോളോ ചെയ്ത് പോവുക. അല്ലാത്തവർ നിങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ അൺബോക്സിംഗ് വീഡിയോ ചെയ്ത് അത് ഇഷ്ടപ്പെടുന്ന ആളുകളെ നിങ്ങളുടെ ഓഡിയൻസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വ്യൂ കിട്ടും. വ്യൂ കുറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ വ്യൂ കുറയുന്നതിന്റെ മറ്റൊരു കാരണമാണ് വ്യൂ ഒന്നും ഇല്ലാതെ കുറച്ച് നാൾ ഒരു ചാനൽ ഓടിച്ചുകൊണ്ട് പോയി നിങ്ങൾക്ക് ഒരു രക്ഷയില്ലാന്ന് തോന്നുമ്പോൾ നിങ്ങൾ പൈസ കൊടുത്ത് എവിടെന്നെങ്കിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയ ചാനൽ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കും ഇപ്പൊ അതിൽ വ്യൂ വരും, ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിക്കും. പക്ഷെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഡിയൻസേ അല്ല ആ ചാനലിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലും പലരും വ്യൂവിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. 100-200 ഒക്കെ വ്യൂ ആയിരിക്കും വരിക. നിങ്ങൾ ആ ചാനൽ പർച്ചേസ് ചെയ്ത പൈസയും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന ഓഡിയൻസ് അതിന്റെ ഉണ്ടായിരിക്കത്തില്ല. മൊത്തത്തിൽ നിങ്ങളുടെ പൈസ പോകുന്ന ഒരു പരിപാടിയാണ് ഈ ചാനൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് വ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, എനിക്ക് മെയിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വ്യൂ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഗൂഗിൾ ആഡ്സ് അല്ലാത്ത രീതിയിൽ നിങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾ വ്യൂ കയറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളുടെ വീഡിയോകളിൽ വ്യൂ വരാനുള്ള സാധ്യത വളരെ വളരെ കുറയും. കാരണം ഞാൻ ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞതാണ്. നിങ്ങൾ ജെനുവിൻ ആയിട്ട് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എക്സ്റ്റേണലി ബോട്ട് വെച്ചുള്ള വ്യൂ അങ്ങനെയുള്ള പരിപാടികളൊന്നും നിങ്ങളുടെ ചാനലിൽ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എല്ലാ വീഡിയോയിലും വ്യൂ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള വ്യൂ കിട്ടത്തില്ല. യൂട്യൂബിന്റെ സൈഡിൽ നിന്നുള്ള റെക്കമെൻഡേഷൻ മൊത്തത്തിൽ സ്റ്റോപ്പ് ആവും, മൊത്തം വിഷയമാവും. അങ്ങനെയുള്ള പരിപാടി കാണിച്ചിട്ടും വ്യൂ കിട്ടാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന പല ചാനലുകളും ഉണ്ട്. മറ്റൊരു കേസാണ് ചാനൽ ഹാക്ക് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്. ചാനൽ ഹാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചാനൽ തിരിച്ചെടുത്തു എന്ന് വിചാരിക്കുക. തിരിച്ചെടുത്ത് കഴിഞ്ഞാലും പിന്നീട് നമുക്ക് പഴയ കിട്ടിക്കൊണ്ടിരുന്നതിന്റെ അത്രയും വ്യൂ കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഈ ഹാക്ക് ചെയ്യുന്നവർ അത് നല്ല കാര്യത്തിന് വേണ്ടി ആയിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ഉടായ്പും ക്രിപ്റ്റോ കറൻസി അതും ഇതും ഒക്കെ അതിന്റെ അതിൽ കൂടെ റൺ ചെയ്യിപ്പിച്ച് യൂട്യൂബ് നമ്മുടെ ചാനൽ ബാൻ ചെയ്യും, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും, ടെർമിനേറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളിലൂടെ നമ്മുടെ ചാനൽ കടന്നു പോവുകയും അതിനുശേഷം തിരിച്ചെടുത്തെന്ന് പറഞ്ഞാലും പിന്നെ നമുക്ക് വ്യൂ കിട്ടാത്തൊരു സാഹചര്യം വരികയും ചെയ്യും. കാരണം നമ്മുടെ ചാനലിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് പിന്നെ നമുക്ക് ആ ഒരു പഴയ ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യം വരും. അപ്പൊ അങ്ങനെയും ചാനലിന്റെ വ്യൂ കുറഞ്ഞ് വ്യൂ ഇല്ലാത്ത പല ആളുകളും ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള ചാനലുകളിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും പഴയ പോലെ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വീഡിയോയിലേക്ക് വ്യൂ വരികയും നിങ്ങളുടെ ചാനൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ പലരും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ചാനൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വ്യൂ ഇല്ല എന്ന് പറഞ്ഞ് ചാനൽ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ചാനൽ വീഡിയോ ഇടാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ച് കയറ്റിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത പ്രശ്നം മിക്ക ചാനലുകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ സഡൻ ആയിട്ട് കണ്ടന്റ് നമ്മുടെ ചാനലിൽ ചേഞ്ച് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഒരു ഓഡിയൻസ് ബേസ് ഉണ്ട്, 100 വ്യൂ എങ്കിൽ 100 വ്യൂ കിട്ടുന്ന ഒരു സബ്സ്ക്രൈബർ ബേസ് നമുക്കുണ്ട്. ആ 100 വ്യൂ നമ്മൾ ഏത് ടൈപ്പ് കണ്ടന്റ് ആണോ ഇട്ട് വന്നിരുന്നത് അത് കണ്ടിട്ട് നമുക്ക് വന്ന ഓഡിയൻസ് ആണ്. നമ്മൾ ഇടുന്ന വീഡിയോകൾ അതേ ടൈപ്പ് കണ്ടന്റ്, ആ ഒരു ട്രാക്കിലുള്ള കണ്ടന്റ് നമ്മൾ ഇടുമ്പോൾ അവരത് കാണുന്നുമുണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്ന് നമ്മൾ സഡൻ ആയിട്ട് നമ്മുടെ ചാനലിന്റെ ടോപ്പിക്കും മൊത്തത്തിൽ ആ തീം അങ്ങ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഓഡിയൻസ് പിന്നീട് നമ്മൾ ഇടുന്ന പുതിയ ടൈപ്പ് വീഡിയോകൾ കാണാതാവും. മനസ്സിലായോ? അപ്പൊ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ചേഞ്ചുകളൊക്കെ തന്നെ നമ്മുടെ ചാനലിനെ അഫക്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഏത് ടൈപ്പ് കണ്ടന്റ് ആണോ ഇടുന്നത് അതിനെ ഫോക്കസ് ചെയ്ത് ആ ഒരു ട്രാക്കിൽ തന്നെ പോകാൻ ശ്രദ്ധിക്കുക. അതായത് ഇപ്പം കുക്കിംഗ് വീഡിയോസ് ഇടുന്നവർ ആ ട്രാക്കിൽ തന്നെ പോവുക, അൺബോക്സിംഗ് ചെയ്യുന്നവർ ആ ട്രാക്കിൽ പോവുക. മനസ്സിലായോ? ടീച്ചിങ് ചെയ്യുന്നവർ, എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള വീഡിയോസ് ചെയ്യുന്നവർ അതിൽ പോവുക. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡിയൻസിനും കൺഫ്യൂഷൻ ആവും, നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവും. മൊത്തത്തിൽ ആകെപ്പാടെ പ്രശ്നത്തിലായി ചാനൽ വ്യൂ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഒരുപക്ഷെ നിങ്ങളുടെ ചാനലിനെ അഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം വ്യൂ കുറയാനായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഉറപ്പായിട്ടും വ്യൂ കിട്ടും. അങ്ങനെ വ്യൂ കിട്ടാതെ മൊത്തത്തിൽ ചാനൽ ഡെഡ് ആയി പോകുന്ന അവസ്ഥയൊന്നും സാധാരണ യൂട്യൂബിലില്ല. ഇപ്പം ഞാൻ തന്നെ കുറേ നാളായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. എൻ്റെ ചില ചാനലുകളൊക്കെ ഡെഡ് ആയി പോയി, ഇനി ഇത് ശരിയാകില്ല എന്ന് ഞാൻ വിചാരിച്ചെടുത്തു എന്ന് ഞാൻ ആ ചാനലുകളെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് തിരിച്ച് കൊണ്ടുവരികയും അതിൽ നല്ല റീച്ചും നല്ല വ്യൂ എനിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ചാനൽ ഡെഡ് ആവുന്ന ഒരു സാഹചര്യം അങ്ങനെ നമ്മൾ ആ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, നമ്മുടെ ചാനലിനെ കുറിച്ച് നമ്മൾ എന്താണ് കാണുന്നത്, എന്താണ് വിചാരിക്കുന്നത്, നമ്മൾ എന്താണ് ഓഡിയൻസിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രം മതി. തീർച്ചയായിട്ടും ചാനൽ തിരിച്ച് നമുക്ക് പഴയ വ്യൂവിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളിലുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ലൈക്കൊക്കെ വളരെ കുറവാണ്, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.